ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ ഉണ്ണിയുടെ ചോറൂണാണ്. അപ്പോൾ ചോറൂണിന് നമ്മൾ പോണത് ഗുരുവായൂർ അമ്പലത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ ഒരു 3-ാം മാസമൊക്കെ ആകുമ്പോൾ, അതായത് 90-ൻ്റെ അന്ന് നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് പേരിടണേൻ്റെ അന്ന് നമ്മൾ ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ അമ്പലത്തിലൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അച്ഛൻ വന്നിട്ട് ഒരുമിച്ച് പോയിട്ട് നമുക്ക് കൊടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നെ അത് ലീവിന് വന്നപ്പോൾ നമ്മളിത് ഇന്ന് ഗുരുവായൂർ പോയിട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതിന് ഞങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ ഏകദേശം ഒരു 9 മണി ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പോണ സമയത്ത് ഇതേ മമ്മിയൂരൊക്കെ എത്താറാകുമ്പോഴത്തേന് ഭയങ്കരമായിട്ട് ബ്ലോക്ക് ഉണ്ടായിരുന്നു. പിന്നെ അവർ സൈഡിലൊക്കെ എടുത്ത് ആനേനെ കൊണ്ടുവന്ന് കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മൾ ഇവിടുത്തെ ഈ മമ്മിയൂരിൻ്റെ അടുത്തുള്ളൊരു അമ്പലത്തിൽ പൂരാണിട്ടൊന്ന്. അപ്പോൾ അതിൻ്റെ ആനകളെ കൊണ്ടുവരുന്ന തിരക്ക് ഓൾറെഡി ഉണ്ട്. അതോടൊപ്പം തന്നെ ഇതേ വണ്ടികളുടെ ബ്ലോക്ക് ഇന്ന് നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ലീവ് ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ശനിയാഴ്ചയാണ്. അപ്പോൾ ആ ഒരു ദിവസത്തെ തിരക്കും കൂടി നന്നായിട്ട് ഇന്ന് നമുക്ക് കാണാനായിട്ടുണ്ട്. പിന്നെ ഇത് ഈ ഒരു സൈഡിൽ, അതായത് മമ്മിയൂർ അമ്പലത്തിൻ്റെ അടുത്തായിട്ടും ഇതേപോലെ തന്നെ ആനകളെ കൊടുന്നിറക്കണതിൻ്റെ ആ ഒരു തിക്കും തിരക്കും, പിന്നെ ലീവ് ദിവസം ആയതിൻ്റെ ആ ഒരു തിരക്കൊക്കെ കൂടിയിട്ട് ഇന്ന് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങൾ വിചാരിച്ച കാര്യങ്ങളൊന്നും അങ്ങനെ നടക്കുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ എന്നിട്ട് ഈ ഒരു ബ്ലോക്കിൻ്റെ ഇടയിൽ പെട്ടിട്ട് തന്നെ നമ്മൾ കുറച്ച് ടൈം അങ്ങനെ പോയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ ഒരു 10:30-11 മണി ആ ഒരു ടൈമിലാണ് നമ്മൾ അമ്പലത്തിലേക്ക് കറക്റ്റായിട്ട് ഈ ഒരു സ്ഥലത്തേക്ക് എത്തിയത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ 4 ആൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നെ 90-ൻ്റെ ആ ഒരു സമയത്ത് നമ്മൾ ഇതേപോലെ ഗുരുവായൂർ അമ്പലത്തിലേക്ക് ചോറൂണിന് വന്നപ്പം എൻ്റെ വീട്ടിൽ നിന്നും അതേപോലെ തന്നെ ഇവിടെ ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് അമ്മയും ചേച്ചി എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം പിന്നെ ഞങ്ങൾ ആരെയും അങ്ങനെ വിളിക്കുകയും ചെയ്തിട്ടില്ല, ഓൾറെഡി കൊടുത്തു കഴിഞ്ഞതാണല്ലോ. അച്ഛൻ്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും ഈ ഒരു ഗുരുവായൂർ അമ്പലത്തിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഗീതുമോളനെ പ്രസവിക്കുന്ന സമയത്തോ 90-നോ ചോറൂണിനോ ഒന്നും നമ്മുടെ അച്ഛന് വരാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ഉണ്ണിയാവുമ്പോൾ വരണം എന്നൊക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സമയത്ത് നമുക്കെന്ത് ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ വിചാരിച്ചു എന്തായാലും നമുക്ക് 90 ആകുമ്പോഴത്തേനും വരാമെന്ന്. 90-ൻ്റെ ആ ഒരു സമയത്ത് ഇവർക്ക് വിസ പുതുക്കേണ്ട ടൈമായിരുന്നു. അതുകൊണ്ട് ആ ഒരു ടൈമിലും വരാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഉണ്ണിക്ക് 7 മാസമായി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വന്നപ്പോൾ പെട്ടെന്ന് തന്നെ ചോറൂണ് കഴിക്കേണ്ട ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി ഞങ്ങളുടെ ഫോണും കാര്യങ്ങളൊക്കെ കൊടുത്ത് പിന്നെ അമ്പലത്തിൻ്റെ അകത്ത് കയറി ചോറൂണൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കറിയാമല്ലോ, അമ്പലത്തിൻ്റെ ഉള്ളിലേക്കൊന്നും നമുക്ക് ഫോണോ കാര്യങ്ങളോ ഒന്നും കയറ്റാനായിട്ട് പറ്റില്ല. അങ്ങനെ ചോറൂണൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ 11:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട്. അപ്പോഴത്തേനും എന്താ പറയുക, ഉച്ചപൂജ ആയതുകൊണ്ട് പിന്നെ അങ്ങനെ നട അടച്ചു. പിന്നെ ഏകദേശം 12:30-12:45 ആകുമ്പോഴാണ് കേട്ടോ വീണ്ടും നടയൊക്കെ തുറന്നത്. എന്നിട്ടാണ് കേട്ടോ ചോറ് കൊടുത്തിട്ട് നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പുറത്തിറങ്ങി പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് പിന്നെ അതേ നമ്മൾ പോണ രംഗമാണ് ഈ കാണുന്നത്. പിന്നെ ഞാൻ കുറച്ച് കടകളിലൊക്കെ ഒന്ന് കയറണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം തന്നെ ഒരുപാട് ലേറ്റായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉച്ചപൂജയ്ക്ക് നട അടച്ചത് കൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക കുറേ നേരം അവിടെ തന്നെ നിൽക്കേണ്ടി വന്നു കേട്ടോ. അപ്പോഴത്തേന് പിന്നെ ഉണ്ണിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക വാശിയൊക്കെ ആയി തുടങ്ങി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഭയങ്കരമായിട്ട് കരച്ചിലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ആൾ ഉറങ്ങുന്ന ടൈമാണ്. അപ്പോൾ ഉറക്കം വരുന്ന സമയത്ത് ആൾക്ക് ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കരച്ചിലും വാശിയും ബഹളമൊക്കെയാണ്. പിന്നെ അല്ലാത്ത സമയത്ത് ആളെ കൊണ്ട് ഒരു പ്രശ്നവുമില്ല കേട്ടോ. ഉറങ്ങണം, അതേപോലെ തന്നെ പാൽ കുടിക്കുന്ന സമയത്ത് മാത്രമാണ് ഇത്തിരി ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കരച്ചിലൊക്കെ കാണിക്കാറ് ആൾ. അപ്പോൾ ഞങ്ങൾ പിന്നെ അധികം നേരം ഒന്നും നിന്നില്ല കേട്ടോ. പിന്നെ വേഗം നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ പോരാണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പായസം കൂടി നമ്മൾ കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും നമ്മൾ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകുമ്പം പാൽപ്പായസം കഴിക്കാറുണ്ട് കേട്ടോ. ഇപ്രാവശ്യം പായസം കഴിക്കാനോ അതല്ലാന്നുണ്ടെങ്കിൽ വേറെ ഇതിൽ കടകളിലൊക്കെ ഇങ്ങനെ കയറാനോ ഒന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ. പിന്നെ ഇന്നാണെങ്കിൽ അവിടെ പൂരമായതുകൊണ്ട് തന്നെ ഇനി പോണ വഴിക്ക് ബ്ലോക്ക് കിട്ടി കഴിഞ്ഞാൽ പിന്നെ അതും വലിയ പ്രശ്നമാകും കേട്ടോ. കാരണം കരച്ചിലിൻ്റെ മേലെ കൂടെ കരച്ചിലേ ആവുള്ളൂ ആൾക്ക്. പിന്നെ ഉറങ്ങേണ്ട ടൈമിൽ ഉറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര വാശിയാണ്. അല്ലാത്ത ടൈമിൽ ഒന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. ആരുടെ അടുത്ത് വേണമെങ്കിലും പോകാനായാലും കളിക്കാനായാലും ഒക്കെ ഇരിക്കും. പക്ഷേ ഉറങ്ങേണ്ട ടൈമിൽ ആ കറക്റ്റ് ടൈമിൽ ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബ്ലോക്കും പിന്നെ ഉണ്ണിയുടെ കരച്ചിലൊക്കെ ആയപ്പോൾ ഏട്ടനും പറഞ്ഞു എന്നാൽ നമുക്ക് പോയിട്ട് വേറൊരു ദിവസം വരാമെന്നുള്ളത് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ പോരുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പോരുന്ന ടൈമിൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തായിട്ട് തന്നെ ഇതേപോലെ ഒരു ചേട്ടൻ്റെ പനനുങ്ക് വിൽക്കണത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അത് വാങ്ങിച്ചു കേട്ടോ. 8 എണ്ണത്തിന് 100 രൂപയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ 100 രൂപയ്ക്കാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതാണെങ്കിൽ ഗീതുമോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു സാധനം തന്നെയാണ് കേട്ടത്. അപ്പോൾ നല്ല മൂക്കാത്തതായിട്ടുള്ളതാകുമ്പോൾ ഒന്നും കൂടി നമുക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ്. അപ്പോൾ അത് കട്ട് ചെയ്യണത് കാണാനായിട്ട് നല്ല രസമുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ വെറുതെ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. പിന്നെ ഇത് ഇവിടെ എത്തിയപ്പോഴത്തേന് ഉണ്ണി എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചാച്ച എന്താ ചെയ്യണമെന്ന് നോക്കിയിട്ടാണ് തോന്നുന്നു ആളിങ്ങനെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ നേരെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്.
പിന്നെ എന്താണെന്നറിയില്ല, വീട്ടിലെത്തിയപ്പോൾ ഭയങ്കര ക്ഷീണം കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മൾ ഉച്ചയൊക്കെ ആകുമ്പോഴല്ലേ പോയത്. ഭയങ്കര വെയിലുണ്ടായിരുന്നേ. ഇത് ഈ ഒരു വെയിലത്ത് നമ്മൾ അത്രയും ദൂരം വന്നതുകൊണ്ട് തോന്നുന്നു ഭയങ്കരമായിട്ട് തലവേദനയൊക്കെ ആയിരുന്നു. അങ്ങനെ വീട്ടിലെത്തിയിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് കാലത്ത് പോയതുകൊണ്ട് തന്നെ വീട്ടിൽ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ പിന്നെ വൈകിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഉണ്ണിയാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ഉഷാറായിട്ടാണ് ഇരിക്കുന്നത്. ഇത് പിന്നെ നമ്മുടെ ചോറൂണിൻ്റെ സമയത്ത് അമ്പലത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് എടുക്കുന്ന ഫോട്ടോസ് ഉണ്ടല്ലോ, അത് ആണ് കേട്ടോ നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഫോട്ടോസ് എടുക്കണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ 5 ഫോട്ടോയ്ക്ക് എനിക്ക് തോന്നുന്നു 100 രൂപയാണ്, 10 ഫോട്ടോയ്ക്ക് 200 രൂപ, അങ്ങനെയാണ് കേട്ടോ റേറ്റ് വരുന്നത്. ഞങ്ങൾ 5 ഫോട്ടോസാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അവർ ഒരാഴ്ചയുടെ ഉള്ളിൽ അങ്ങനെ അയച്ചു തരും കേട്ടോ. പിന്നെ ഇതൊക്കെ എന്ന് പറയുന്നത് ഞാൻ 90ൻ്റെ ആ ഒരു സമയത്ത് എടുത്ത ഫോട്ടോസാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാനായിട്ട് ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അതിൻ്റെ കുറച്ച് ഫോട്ടോസ് ഇത് നമ്മളിതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞങ്ങൾ 10 ഫോട്ടോസാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 200 രൂപയൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ടൈമിൽ ഇത് എൻ്റെ വീട്ടിൽ നിന്ന് അമ്മയും അതേപോലെ തന്നെ അനിയനും ചേച്ചിയും ഉണ്ണിയും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് അമ്മയും ചേച്ചിയും ചേച്ചിയുടെ 2 ഉണ്ണികളും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോ സെക്ഷനൊക്കെ ആയിട്ട് നമ്മൾക്ക് അവർ ഫോട്ടോ ഒക്കെ എടുത്ത് തരും. അതും ഇതേപോലെ തന്നെ ഒരാഴ്ചയുടെ ഉള്ളിലൊക്കെ ആയിട്ട് അവർ അയച്ചു തരാറുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചോറൂണിൻ്റെ വിശേഷങ്ങളെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്തിട്ടും കൂടി കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം.